62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഇന്ന് കൊടിയിറക്കം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 896 പോയിന്റുമായി കോഴിക്കോടും 892 പോയിന്റുമായി കണ്ണൂരും തൊട്ടു പിന്നിലുണ്ട്. ആതിഥേയരായ കൊല്ലം 6ാം സ്ഥാനത്താണ്. സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേർന്നുണ്ട്. അഖിൽ, ഇതുതന്നെയായാലും ഇന്നാണ് ഈ ഒരു സമാപനം. ഇനിയും മത്സരങ്ങൾ ബാക്കിയാവുകയാണ്. ഒരുപക്ഷെ എത്ര സമയമെടുക്കും ഇനിയും ഇത്തരത്തിൽ ഈ മത്സരങ്ങളൊക്കെയും പൂർണ്ണമായും അവസാനിക്കാൻ? അഷ്ടമുടിക്കായൽ തീരത്ത് ഈ കലാമാമാങ്കം കൊടിയിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ കലാമാമാങ്കത്തിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടും നടത്തുന്നത്. പക്ഷേ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ പുറകിലായിരുന്ന നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോട് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 901 പോയിന്റോടുകൂടി തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അവരെ കയ്യിലിരുന്ന സ്വർണ്ണക്കപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടുകൂടി തന്നെ അവർ പൊരുതുന്ന നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രമം മൈതാനത്തിലെ ONV സ്മൃതിയായ ഒന്നാമത്തെ വേദിയിലാണ്, പ്രധാന വേദിയിലാണ്. ഇവിടെയാണ് വൈകുന്നേരം സമാപന സമ്മേളനം നടക്കുക. ആ സമാപന സമ്മേളനത്തിൽ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക അതിൽ പങ്കെടുക്കുന്നുണ്ടാവും. പ്രതിപക്ഷ നേതാവായിരിക്കും ആ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും 62ാമത് സ്കൂൾ കലോത്സവത്തിന് അവസാന ലാപ്പിലേക്ക് പോകുമ്പോഴും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ ഒരു വിദ്യാർത്ഥി സമൂഹം അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവരുമെല്ലാം തന്നെ ഈ കലോത്സവം കാണുന്നതിലേക്കായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വേദി 1-ൽ ഇപ്പോൾ നാടോടി നൃത്തം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടോടി നൃത്തം പുരോഗമിക്കുന്നുണ്ട്. അവിടെ വലിയ തോതിലുള്ള ഒരു കാണികളും പ്രേക്ഷകരും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. ഇന്നും പല വേദികളിലായി നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമൊക്കെയുള്ള പല തരത്തിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ ഇന്നും അരങ്ങേറുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനുള്ള അവസാന ലപ്പലിലെ കടുത്ത പോരാട്ടമാണ്, പൊരിഞ്ഞ പോരാട്ടമാണ്. അത് ചേകവന്മാരുടെ നാടായ കണ്ണൂരും അതുപോലെ തന്നെ കടത്തനാടന്റെ മണ്ണായ കോഴിക്കോടും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം തന്നെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിലേക്കെങ്കിലും എത്തിച്ചേരാനുള്ള പാലക്കാടൻ ചൂട് കാറ്റും അതുപോലെ തന്നെ അടിച്ചുകയറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിരവധിയായിട്ടുള്ള കലാപ്രതിഭകൾ വീണ്ടും മാറ്റുരയ്ക്കുകയാണ്. ഈ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ നിരവധിയായ പ്രത്യേകതകൾ. എല്ലാ വിദ്യാർത്ഥികളും ഒന്നിനൊന്നിന് മികവാണ്. കാരണം സ്കൂൾ തലം മുതൽ ഉപജില്ലയും ജില്ലയും കടന്ന് സംസ്ഥാന തലത്തിലേക്ക് അപ്പീൽ പോലുമായി എത്തിയ വിദ്യാർത്ഥികൾ പോലും അപ്രതീക്ഷിതമായ കലാപ്രകടനങ്ങൾ, അനുസ്മരണീയമായ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അവരെ അകമഴിഞ്ഞു പ്രോത്സാഹിപ്പിക്കാൻ, കൈയടിക്കാനും സന്തോഷിക്കാനും അവരൊക്കെ ആത്മവിശ്വാസം നൽകാൻ അധ്യാപകരുണ്ടാകുന്നു, അവരുടെ രക്ഷകർത്താക്കൾ ഉണ്ടാകുന്നു. അതിനും അപ്പുറത്ത് അഷ്ടമുടിക്കായലിന്റെ ഓളം പോലെ, പാലരുവിയുടെ ഈണം പോലെ, ഈ ജടായുപ്പാറയുടെ ഭംഗി പോലെ ഈ കൊല്ലത്തിന്റെ സൗന്ദര്യം അങ്ങേയറ്റം ആ സൗന്ദര്യ മാരുതയിൽ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങൾ കൊല്ലത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 9:30 തന്നെ, കൃത്യം 9:30 തന്നെ മത്സരങ്ങൾ കൃത്യമായി ആരംഭിച്ചിട്ടുണ്ട്. ആ മത്സരങ്ങൾ ആരംഭിച്ച മുതൽ തന്നെ ഇപ്പോൾ നാടോടി നൃത്തം മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ അറേഞ്ച്മെന്റുകളൊക്കെ തന്നെ ഇപ്പോഴും ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ക്രമീകരണ പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചില അപ്രതീക്ഷിത മഴ മാത്രമാണ് ഇതിന് ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നത്. പക്ഷേ ആ മഴയിൽ പോലും അവഹേളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അതിഗംഭീരമായി ഈ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അവർ A ഗ്രേഡിലേക്ക് പോകുന്നു. നമ്മളോടൊപ്പം നിരവധിയായ വിദ്യാർത്ഥികൾ ചേരുന്നുണ്ട്. അവരെല്ലാം ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. കാരണം അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ ജില്ലയിലേക്ക് ആ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകണം എന്നതാണ്. ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ അത് പ്രകടിപ്പിച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു സംഘഗാനം ടീം ഞാൻ അവരെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. കാരണം വലിയ മൊഞ്ചോടുകൂടി തന്നെയാണ് ഈ തട്ടത്തിൽ മറയത്തെ കുട്ടികളൊക്കെ ഇവിടെ പാറിപ്പറന്ന് ഈ ആശ്രമ മൈതാനത്തൂടെ നടന്നിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എവിടെ നിന്നാണ് വന്നത്? ഏത് ജില്ലയാണ്? മലപ്പുറം. ഇപ്പൊ 5ാം സ്ഥാനത്താണ് മലപ്പുറം. മത്സരം കഴിഞ്ഞോ? സംഘഗാനമാണ്. ഏത് പാട്ടാ പാടി? ഉറുദു സംഘാനം, മലയാളം സംഘാനം, അറബി സംഘാനം.
ഇതിൽ മലയാളം മാത്രമേ എനിക്കറിയാവൂ, അറബി അറിയില്ല, ഉറുദു ഇല്ല. അപ്പൊ നമുക്കൊരു മലയാളം പാട്ട് പാടിയല്ലോ, ഒരു 4 വരി പെട്ടെന്ന്. ഓക്കെ, റെഡി. എന്തായാലും വിഷ്ണു സംഘഗാനം ഞാൻ ഇവർക്കിടയിൽ ഉണ്ടാവും. എനിക്ക് സംഘഗാനം പാടാനറിയില്ല, പക്ഷേ ഇവർ ഗംഭീരമായി പാടും, ഞാൻ അവർക്ക് ഇടയിൽ ഉണ്ടാകും. എന്തായാലും നമ്മൾ ആശ്രമ മൈതാനത്ത് നിന്നും മലപ്പുറം ജില്ലയുടെ, അതായത് ഈ തട്ടത്തിൻ മറയത്തിലെ മുഞ്ചത്തിമാരുടെ മലപ്പുറത്തെ ഗീതമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ റെഡിയല്ലേ? കപ്പ് കോഴിക്കോടാണ്, മലബാർ മേഖലയിലേക്ക് ഉണ്ടാകും കപ്പ്, അത് തൊട്ടടുത്ത ജില്ലയായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം, പാടി തുടങ്ങാം. ആരാണ് പാടുന്നത്? ശരി, ഞാൻ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പ്രധാനമായി ആരാ പാടുന്നത്? എല്ലാവരും. എന്നാ നമുക്ക് പാടാം. ശ്രുതിയൊക്കെ ഇട്ട് കഴിഞ്ഞു വിഷ്ണു. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തായാലും വിഷ്ണു കേട്ടില്ലേ, മലപ്പുറം വലിയ മുഞ്ചിലാണ്. ആ കപ്പ് കിട്ടിയില്ലെങ്കിലും ഇവർക്ക് എ ഗ്രേഡ് കിട്ടി എന്നാണ് എന്റെ പ്രതീക്ഷ. മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടില്ല. കാരണം ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവർ എ ഗ്രേഡ് കരസ്ഥമാക്കിയവരാണ് എന്ന്. എന്തായാലും സംഘഗാനവും നാടോടി നൃത്തവും ഒക്കെയായി പലവിധ കലാമത്സരങ്ങളും ഒക്കെയായി 62ാമത് കലോത്സവം അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ആ കലോത്സവത്തിന് അവസാന ലാപ്പിലേക്ക് തിരശ്ശീല വീഴുമ്പോഴും അതിന്റെ ആഘോഷങ്ങൾക്ക് കൊല്ലം അവസാനിക്കുന്നില്ല എന്നതും നമുക്ക് ഇവിടെ നിന്ന് പറയേണ്ടി വരും. യെസ്, തന്നെയാണ് വളരെ വലിയൊരു ആവശ്യമാണ്. ഇന്ന് സമാപനം കുറിക്കുകയാണ് കലോത്സവം. ഇന്ന് തന്നെയാലും വളരെ വലിയൊരു ആവശ്യത്തോടെ ബാക്കി മത്സരങ്ങളും പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും. അഖിലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.